മാത്സ് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സിമിലർ ട്രയാങ്കിൾസിൽ ഒരു ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് 2 ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. ട്രയാങ്കിൾ ABC-യും ട്രയാങ്കിൾ PQR. ഓക്കെ, 2 ട്രയാങ്കിൾ ഞാൻ നിങ്ങൾക്ക് വരച്ചിട്ടുണ്ട്. ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡ്സ് 3 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ഇപ്പോഴത്തെ ട്രയാങ്കിൾ നോക്കുക, PQR 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ഈ 2 ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? രണ്ടിന്റെയും സൈഡ്സുകൾ എന്താണ്? തുല്യമാണ് അല്ലെ? രണ്ടിന്റെയും സൈഡ്സ് എന്താണ്? തുല്യമാണ്. എങ്കിൽ ഈ 2 ട്രയാങ്കിൾസിന്റെയും ആംഗിൾസും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ തുല്യമായിട്ടുള്ള ആംഗിൾസ്, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, AB എന്ന് പറയുന്ന സൈഡിന് തുല്യമാണ് ഇവിടെ ആര്? QR. അങ്ങനെയാണെങ്കിൽ അതിന് ഞാനൊരു ചെറിയൊരു സിംഗിൾ ലൈൻ ഇട്ട് കൊടുത്തു. ഇനി BC എന്ന് പറയുന്ന ലൈനിന് തുല്യമാണ് ആര്? ഇവിടെ PR എന്ന് പറയുന്നത്, അതിന് 2 ലൈൻ ഇട്ട് കൊടുത്തു. ഇനി AC എന്ന് പറയുന്ന സൈഡിന് തുല്യമാണ് ഇവിടെ PQ, അതിന് 3 ലൈൻ ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ ഈ ഫസ്റ്റത്തെ ട്രയാങ്കിൾ ABC നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് അതായത് ഒരു ലൈനും 2 ലൈനും ഇടയിൽ വരുന്ന, 1നും 2നും ഇടയിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ B ആണെങ്കിൽ അപ്പുറത്ത് 1നും 2നും ഇടയിൽ ആരാണ്? ആംഗിൾ R ആണ്. ഇനി ഇവിടെ നോക്ക്, 2നും 3നും ഇടയിൽ വരുന്ന ആംഗിൾ C ആണെങ്കിൽ ഈ ട്രയാങ്കിളിൽ 2നും 3നും ഇടയിൽ വരുന്ന ആംഗിൾ P ആണ് അല്ലെ? ഇനി ഇവിടെ 1നും 3നും ഇടയിൽ വരുന്ന ആംഗിൾ A ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ ട്രയാങ്കിളിൽ ആംഗിൾ Q ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ സൈഡ്സിനും തുല്യമായിട്ടുള്ള ഇപ്പുറത്തെ ട്രയാങ്കിളിന് ഇതേപോലെ ലൈനുകൾ ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് രണ്ടിന്റെയും ഈക്വൽ ആംഗിൾസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.